നമുക്ക് ഉഴുന്നില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നോടി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ചോറ് വേണം. അത് മട്ടരിയുടെ ആയാലും കുഴപ്പമില്ല, ഫ്രൈഡ് റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും വീണ്ടും 1 കപ്പ് കൂടി നമുക്ക് അടിച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് വെള്ളം ചേർത്താതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ആവശ്യത്തിന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി കൊടുക്കാം. ഈ അരിപ്പൊടിയും റവയ്ക്ക് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നന്നായിട്ട് മുന്നിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പച്ചമുളക് ഒരു 2 എടുത്ത് ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം.